ചാലക്കുടി പോട്ട സുന്ദരി കവല സർവീസ് റോഡ് നവീകരണം ആരംഭിക്കാതെ ദേശീയപാത അതോറിറ്റി. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കരയിൽ നടന്നു. 110 മാതൃകാ പദ്ധതികൾക്കാണ് ജില്ലയിൽ തുടക്കമിടുന്നത്. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റിനെ പ്രദർശനത്തിനായി കൊണ്ടുവന്ന വാഹനമോടിച്ച് സാഹസിക പ്രകടനം. സംഭവത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് നഗറിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ക്രൈസ്റ്റ് നഗർ റെസിഡൻസ് അസോസിയേഷൻ നിരാഹാര സമരം നടത്തി. പെരുംതോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. നിരന്തരമായ അപകടങ്ങൾക്കും ഗതാഗത തടസ്സത്തിനും പിന്നാലെ പ്രഖ്യാപിച്ച ചാലക്കുടി പോട്ടയിലെ സുന്ദരി കവല സർവീസ് റോഡ് നവീകരണം ഇനിയും ആരംഭിക്കാതെ ദേശീയപാത അതോറിറ്റി. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. 2013 മുതൽ കവല ജംഗ്ഷനിൽ വ്യത്യസ്ത അപകടങ്ങളിലായി 7 പേരാണ് മരിച്ചത്. ദേശീയപാത 6 വരിയാക്കുന്ന പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ദേശീയപാത അധികൃതർ ഇതിനായി 400 മീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുത്തിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ മരങ്ങൾ മുറിക്കുന്നതും ഭൂമി അളക്കുന്നതും വൈകി. നഗരസഭ മുൻകൈയെടുത്താണ് മാസങ്ങൾക്ക് മുൻപ് മരങ്ങൾ ലേലം ചെയ്തത്. ഇതിനിടെ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തി. വീതി കൂട്ടുന്നതിന് റോഡരികിലെ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാനും നഗരസഭ KCBയിൽ പണമടച്ചു. ഇതിനിടെ വീതി കൂട്ടും വരെ സുന്ദരി കവല സർവീസ് റോഡിലൂടെയുള്ള ഇരുവരി ഗതാഗതം നിർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ദേശീയപാതയിൽ നിന്നും കവലയിലേക്കുള്ള പ്രവേശനവും തടഞ്ഞു. നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം റോഡ് നവീകരിച്ച് ഇരുവരി ഗതാഗതത്തിന് സജ്ജമാക്കുമെന്ന് ദേശീയപാത അധികൃതർ നഗരസഭയ്ക്ക് ഉറപ്പു നൽകിയിരുന്നു. സെപ്റ്റംബർ 30 സർവീസ് റോഡിന്റെ നവീകരണം ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. നവീകരണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ നീക്കം. ഈ അടുത്ത കാലത്താണ് ചാലക്കുടി നഗരസഭ അതിനുവേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ളൊരു ശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയർമാനും ബന്ധപ്പെട്ട കൗൺസിലർമാരും നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ സുന്ദരി കവല ആസമ സിഗ്നൽ ജംഗ്ഷൻ മുതൽ സുന്ദരി സർവീസ് റോഡ് കിഴക്കേ സർവീസ് റോഡ് 2 വരി ഗതാഗതമാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ആ തടസ്സങ്ങൾ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ച് ഒരാഴ്ചയ്ക്കകം വർക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക, 1 മാസത്തിനുള്ളിൽ തീർത്തു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞു. ഇതുവരെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിൽ നടന്നു. റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C. ദിദിക, DMO ശ്രീദേവി, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത വിദ്യാലയം 1ാം ഘട്ടത്തിൽ 469 വിദ്യാലയങ്ങൾക്ക് A+ ഗ്രേഡ് നൽകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പീച്ചി ഡാം ഹരിത ടൂറിസം, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഹരിത ടൂറിസം പ്രഖ്യാപനം, ജലഗുണത ലാബ് കിറ്റുകളുടെ 2ാം ഘട്ട വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയം, അംഗൻവാടി, അയൽക്കൂട്ടങ്ങൾ എന്നിവയ്ക്കുള്ള അവാർഡും ചടങ്ങിൽ കൈമാറി. ജില്ലയിൽ 110 മാതൃകാ പദ്ധതികൾക്കും തുടക്കമായി. തുടങ്ങി അന്താരാഷ്ട്ര മാതൃകയാവും എന്തോരാകാൻ നമ്മുടെ ജില്ല തന്നെ. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റിനെ പ്രദർശനത്തിനായി കൊണ്ടുവന്ന വാഹനമോടിച്ച് സാഹസിക പ്രകടനം നടത്തി. 2 ദിവസങ്ങളിലായി കോളേജിൽ നടക്കുന്ന ടെക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് വിവിധ മോഡലുകളിലുള്ള വില കൂടിയ വാഹനങ്ങൾ പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളത്. ഇതിലെ ഒരു വാഹനം വിദ്യാർത്ഥികൾക്കായി ഗ്രൗണ്ടിൽ അപകടകരമായ വിധം ഓടിച്ചു കാണിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇത് നിയമം ലംഘിച്ച് അപകടകരമായ വിധം വാഹനം ഓടിച്ചു എന്ന നിയമലംഘനത്തിലാണ് പെടുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതോടെ കോളേജ് അധികൃതർ ഉടൻ തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് നഗറിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ക്രൈസ്റ്റ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രദേശവാസികൾ നിരാഹാര സമരം നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് തോംസൺ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ഷാജു കണ്ടംകൊളുത്തി, മാത്യു ജോർജ്, ബെന്നി പള്ളായി,
സക്കീർ, ഓലക്കോട് എന്നിവരാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ക്രൈസ്റ്റ് കോളേജ് പരിസരത്തു നിന്നും വരുന്ന മഴവെള്ളം പ്രതീക്ഷാഭവൻ റോഡ് വരെ ശക്തമായാണ് ഒഴുകിയെത്തുന്നത്. 200 മീറ്ററോളം കാനയില്ലാത്തതിനാൽ റോഡിലും വീടുകളിലും വെള്ളം കയറുന്നതും പതിവാണെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. രേഖകളിൽ 6 മീറ്റർ വീതിയുള്ള പെരുന്തോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി തോട് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശത്തെ വീടുകളിലും റോഡുകളിലും വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വൃത്തിയും ആരോഗ്യവും ഉള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നേക്കുമായി തുടരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മഹാത്മജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നതിലുപരി അർപ്പണബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക ജനത എന്നും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛ ഭാരത് വർഷങ്ങളായി മുന്നോട്ടു പോകുന്നു. അത് ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്നും ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. അമ്മയാണെങ്കിൽ ആ അമ്മയുടെ മാറും ഉള്ളകവും ഒക്കെ ശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഈ പദ്ധതികളിൽ വിഭാവനം ചെയ്തത് വഴി തന്നെ പ്രാവർത്തികമാക്കിയെടുക്കുവാൻ സാധിച്ചതിൻ്റെ ഒരു ആകർഷണീയതയാണ് ഒരുപക്ഷെ ലോകത്തെ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചിരിക്കുന്നതും. കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല, ഇത് ജീവിതത്തിന്റെ ഒരു ചര്യയാക്കി മാറ്റാനുള്ള 2015 മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത്. തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി. സ്കൂൾ കുട്ടികൾക്കും NCC കാഡറ്റുകൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വിവിധ NGO, NSS, NCC കാഡറ്റുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. DIG N രവി, കോസ്റ്റ് ഗാർഡ് കേരള ആൻഡ് മാഹി കമാൻഡന്റ് സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പുത്തൂർ, കൈനൂർ, ചെമ്പൂർ റോഡിലെ ജനവാസ മേഖലയിൽ അനധികൃതമായി തുടങ്ങുന്ന കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. മണലിപ്പുഴ മലിനമാക്കുന്ന വിധത്തിൽ പുഴയുടെ തീരത്ത് സ്ഥാപിക്കുന്ന കോഴി സംസ്കരണ യൂണിറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധ യോഗം പുത്തൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ PB സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ സജീവ് മാളിയേക്കൽ, ബീന വേണുഗോപാൽ, വിനോദ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച റോക്കറ്റിന്റെ ഭാഗങ്ങൾ ജോർദാനിലെ മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനിക്ക് സമീപം പതിച്ചു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ തുടർന്ന് തകർന്ന റോക്കറ്റുകളുടെ ഭാഗമാണ് തൃശൂർ സ്വദേശികളടക്കം 1000-ഓളം പേർ പണിയെടുക്കുന്ന ജോർദാനിലെ കമ്പനി വളപ്പിൽ പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഇറാൻ അയക്കുന്ന റോക്കറ്റുകൾ ഇസ്രായേൽ ജോർദാന്റെ ആകാശത്ത് വെച്ചാണ് തകർക്കുന്നത് എന്നും ഇത് ആശങ്കയ്ക്കിടയാക്കുന്നതായും ദൃശ്യം പകർത്തിയ കാട്ടൂർ സ്വദേശി സുഷിൽ ലാലു പറഞ്ഞു. ജോർദാന്റെ മറ്റൊരു സ്ഥലത്ത് റോക്കറ്റ് അവശിഷ്ടം വീണ് ഒരാൾ മരിച്ചതായും സുഷിൽ പറഞ്ഞു. ചേറ്റുവ പാലത്തിലെ റോഡിന്റെ കുഴികൾ അടച്ചത് അശാസ്ത്രീയമാണെന്ന് ആരോപണം. റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴിയടച്ചത് പൊളിഞ്ഞുപോയി. ഇരുമ്പ് കമ്പികൾ പുറത്തായ അവസ്ഥയിലാണ് ഇപ്പോൾ. കുഴികളിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അറ്റകുറ്റപ്പണികൾ നടന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധന നടത്തിയില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആരോപിച്ചു. ആളൂർ പഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വെള്ളാഞ്ചിറ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച MCF സെന്റർ ഉദ്ഘാടനവും ബെയിലിംഗ് മെഷീൻ സ്വിച്ച് ഓൺ കർമ്മവും പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിബിൻ പാപ്പച്ചൻ, ബിന്ദു ഷാജു, ജോസ് മാഞ്ഞൂരാൻ, ഷൈനി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ടൗൺ ഹാളിന്റെ വാടക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലർ KS സുനോജ് ജനകീയ അവകാശ സമരം നടത്തി.
നഗരസഭാ ഹാളിന്റെ വാടകയായി വിവാഹത്തിന് ചാലക്കുടി നഗരസഭാ പരിധിയിലുള്ളവരിൽ നിന്നും 50,000 രൂപയും 15% GSTയും ഇതിന് പുറമെ ക്ലീനിംഗ് ചാർജ് എന്ന നിലയിൽ 15,000 രൂപയും ഈടാക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കൌൺസിലർ KS സുനോജ് ചൂണ്ടിക്കാട്ടി. സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണസമിതിയുടെ തന്ത്രമാണ് ഇതെന്ന് കൌൺസിലർ ആരോപിച്ചു. ടൗൺഹാളിന് സമീപത്ത് സംഘടിപ്പിച്ച സമരത്തിന് ഐക്യദാർഢ്യവുമായി സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ പങ്കെടുത്തു. ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ഇമാം ഹുസൈൻ ബഖവി, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 നില കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഒരുക്കിയതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കിഫ്ബി പണി പൂർത്തീകരിച്ച 4 നില കെട്ടിടത്തിന് അഗ്നിസുരക്ഷാ സംവിധാനം ഇല്ലാതിരുന്നതിനാൽ ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല. ഇതുമൂലം കെട്ടിടത്തിലെ 17 ക്ലാസ് മുറികളിൽ അധ്യയനം തുടങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. സ്കൂൾ PTA-യുടെ അഭ്യർത്ഥനയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വിഷയത്തിൽ ഇടപെടുകയും ജില്ലാ പഞ്ചായത്ത് 2 ഘട്ടങ്ങളിലായി 18.85 ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി പൂർത്തീകരിക്കുകയുമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, KB ബബിത, PTA പ്രസിഡന്റ് ഷീബ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിന് മുകളിൽ സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം രൂപ വകയിരുത്തിയതായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അറിയിച്ചു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിന്റെ നഗരസഭാതല ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, നഗരസഭാ കൌൺസിലർ MR രാധാകൃഷ്ണൻ, നഗരസഭാ കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, വ്യാപാരി വ്യവസായി പ്രതിനിധി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് ജൂഡോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് തിളക്കമാർന്ന വിജയം. സബ് ജൂനിയർ വിഭാഗത്തിൽ ജില്ലയിൽ നിന്ന് വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മുല്ലശ്ശേരി ജൂഡോ അക്കാദമിയിലെ 8 പേരാണ് പങ്കെടുത്തത്. സംസ്ഥാനതലത്തിൽ 2 പേർക്ക് സ്വർണ്ണ മെഡലും 5 പേർക്ക് വെങ്കല മെഡലും ലഭിച്ചു. ഈ മാസം ഗുജറാത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആശിഷ് നഹക്, മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സാരംഗന എന്നിവർക്കാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. മികച്ച കായിക പഞ്ചായത്തായി മുല്ലശ്ശേരി പഞ്ചായത്തിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂഡോ അക്കാദമി ആരംഭിച്ചത് എന്നും ആദ്യ വർഷങ്ങളിൽ തന്നെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് പറഞ്ഞു. ജില്ലാ ജൂഡോ സ്റ്റേറ്റ് ഗെയിംസിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7 കുട്ടികൾ വളരെ വിജയകരമായി വിജയിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മികച്ച കായിക പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടെ മുല്ലശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിക്ക് രൂപം നൽകുകയും ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ജൂഡോ അക്കാദമി സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിൽ വാർത്തെടുക്കുന്നതിന് വളരെ അഭിമാനമുണ്ട്. പറപ്പൂർ വടക്കൻമൂലയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തിനശിച്ചു. വടക്കൻ ഡേവിസിന്റെ ബൈക്കാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. KSEBL ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി അരിമ്പൂർ സെക്ഷനിൽ ശുചീകരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചു. സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രതീഷ് ഉദ്ഘാടനം ചെയ്തു. സബ് എഞ്ചിനീയർമാരായ TV ഷാജു, KK സന്തോഷ് കുമാർ, ഓവർസിയർമാരായ KL ബാസ്റ്റ്യൻ, MK സുരേഷ് കുമാർ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്തിലെ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ വെച്ചതിന്റെ 100ാം ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം നടന്നു. എരുമപ്പെട്ടി വായനശാല പരിസരത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, MK ജോസ്, ES സുരേഷ്, KB ബബിത, NP അജയൻ, സുധീഷ് പറമ്പിൽ എന്നിവർ പങ്കെടുത്തു.
വാടാനപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനീഷ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും നടന്നു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CH സാദത്ത്, പഞ്ചായത്ത് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, PC വേലായുധൻ, ലിനോ മൈക്കിൾ, നൈജോ ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ഏത്തായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ 35 സെന്റ് ശ്മശാന ഭൂമി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണം ഉദ്ഘാടനം ചെയ്ത് വാക്കാട്ട് തിലകരാജ് നിർവഹിച്ചു. ശ്മശാന ഭൂമി സംരക്ഷണ സമിതി പ്രസിഡന്റ് TV മോഹനൻ അധ്യക്ഷത വഹിച്ചു. SC/ST ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ AK സന്തോഷ്, ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ, PV അജയൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം അനുഷ്ഠിച്ചു. പുന്നമ്പറമ്പ് സെന്ററിൽ നടന്ന ഉപവാസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ദുർഗാദാസ് പുളിയത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി TH മുഹമ്മദ് ഷഫീഖ്, DCC ജനറൽ സെക്രട്ടറി PJ രാജു, AR കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അന്തിക്കാട് പഞ്ചായത്ത് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സത്യൻ തോട്ടുങ്ങൽ, മുൻ പഞ്ചായത്ത് സെക്രട്ടറി വർഗീസ് CA, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TI ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്ത് MCF നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭൂമിയുടെ ഡോക്യുമെന്റ് കൈമാറ്റം നടന്നു. വാലപ്പറമ്പിൽ ഹരീഷ് ഭാര്യ രജിഷയിൽ നിന്ന് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, സെക്രട്ടറി സത്യൻ തോട്ടുങ്ങൽ എന്നിവർ രേഖകൾ ഏറ്റുവാങ്ങി. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് സെക്രട്ടറി വർഗീസ് CA, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, പഞ്ചായത്ത് മെമ്പർമാർ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് KA ലാസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റായിട്ട് പ്രതിഭട്ടുള്ളപ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ. ജില്ലയിലെ പ്രമുഖ ഓണക്കളി ടീമുകളെ പങ്കെടുപ്പിച്ച് ചെമ്പൂച്ചിറ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച 17ാമത് ഓണക്കളി മത്സരം ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിലാണ് 12 മണിക്കൂർ നീണ്ട മത്സരം അരങ്ങേറിയത്. കാട്ടൂർ നടനകലാവേദി, ഇരിഞ്ഞാലക്കുട ട്യൂൺസ്, വനിതാ ടീമുകളായ കുറ്റിച്ചിറ മൈഥിലി, പടിയൂർ ശ്രീഭദ്ര തുടങ്ങിയ ടീമുകൾ മാറ്റുരച്ച മത്സരം ചാലക്കുടി DYSP K സുമേഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ കുമാർ അരങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സുരീഷ്മ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം NP അഭിലാഷ്, ചെമ്പൂച്ചിറ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ കൈമാപ്പറമ്പൻ, വിശ്വം ആളൂരുത്താൻ, ബിപിൻ ദാസ് പാറമേക്കാടൻ എന്നിവർ സംസാരിച്ചു. സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ ഹോളി ഫാമിലി CGHSS NSS വോളണ്ടിയേഴ്സ് തൃശൂർ റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളും ശുചീകരിച്ചു. ട്രിവാൻഡ്രം ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തപ്ലിയാൽ ഉദ്ഘാടനം നിർവഹിച്ചു.
KPCC വിചാർ വിഭാഗ് അയ്യന്തോൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലടത്ത് ഗാന്ധി ജയന്തി ദിനാചരണവും കുട്ടികൾക്കായി ചിത്രരചന മത്സരവും നടത്തി. കോൺഗ്രസ് അയ്യന്തോൾ ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിചാർ വിഭാഗ് ബ്ലോക്ക് ചെയർമാൻ പ്രശാന്ത് രാഘവൻ അധ്യക്ഷത വഹിച്ചു. വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി, വിചാർ വിഭാഗ് നിയുക്ത മണ്ഡലം ചെയർമാൻ PK രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി MS രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അർജുന് സമ്മാനിക്കാനായി നിർമ്മിച്ച മിനിയേച്ചർ ട്രക്ക് ആദിത്യൻ അർജുന്റെ കുടുംബത്തിന് കൈമാറി. കർണാടകയിലെ ഷിരൂരിൽ നദിയുടെ ആഴങ്ങളിൽ പൊലിഞ്ഞ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ട്രക്കിന്റെ മിനിയേച്ചർ രൂപമാണ് ആദിത്യൻ കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള അർജുന്റെ വീട്ടിലെത്തി കൈമാറിയത്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെയും ലോറിയെയും കണ്ടെത്താനായി തിരച്ചിൽ നടന്ന നാളുകളിലാണ് ആദിത്യൻ ട്രക്കിന്റെ മിനിയേച്ചർ നിർമ്മിച്ചത്. അർജുനു വേണ്ടി ആദിത്യൻ നിർമ്മിച്ച മിനിയേച്ചർ ട്രക്കിനെ കുറിച്ച് സമൂഹമാധ്യമങ്ങൾ വഴി അറിഞ്ഞ അർജുന്റെ ബന്ധുക്കളാണ് കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ട് മിനിയേച്ചർ ട്രക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചത്. ഇതേ തുടർന്ന് ബുധനാഴ്ച ആദിത്യനും പിതാവ് പോത്തിക്കര സതീഷ്, കുടുംബാംഗങ്ങൾ, മനക്കുളങ്ങര KVUPS സ്കൂൾ പ്രധാനാധ്യാപിക PS സീമ, K സനൽ എന്നിവരടങ്ങിയ സംഘം കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള അർജുന്റെ വീട്ടിലെത്തി മിനിയേച്ചർ ട്രക്ക് കൈമാറുകയായിരുന്നു. പ്രശസ്ത സിനിമാ താരം ഭാവന ഇനി ഓറക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ. പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്ത് പ്രമുഖരായ ഓറക്സിന്റെ പുതിയ പ്രീമിയം പ്രോജക്റ്റായ ഓറക്സ് കാസ്കേഡ് സിറ്റിയുടെ ലോഞ്ചിംഗ് ഭാവന തൃശൂരിൽ നിർവഹിച്ചു. തൃശൂർ ഹോട്ടൽ ജോയ്സ് പാലസിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ഭാവനയെ ഓറക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ചെയർമാൻ അജിത് പൂലോത്ത് പ്രഖ്യാപിച്ചു. തുടർന്ന് തൃശൂർ ചെമ്പൂക്കാവിൽ ആരംഭിക്കുന്ന പുതിയ പ്രീമിയം പ്രോജക്ട് ഓറക്സ് കാസ്കേഡ് സിറ്റിയുടെ ലോഞ്ചിംഗ് ഓറക്സ് ബ്രാൻഡ് അംബാസഡർ ഭാവന നിർവഹിച്ചു. തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിന് സമീപം എല്ലാവിധ പ്രീമിയം സൗകര്യങ്ങളുമായി പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓറക്സ് ലിയാർഡിലെ സാമ്പിൾ അപ്പാർട്ട്മെന്റുകൾ ഉപഭോക്താക്കൾക്ക് നേരിൽ വന്ന് കണ്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒക്ടോബർ മാസത്തിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ആകർഷകമായ ഓഫറുകളോടെ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഓറക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത് അറിയിച്ചു. ഭവന നിർമ്മാണ രംഗത്ത് അതിവേഗ വളർച്ചയുടെ ചരിത്രം കുറിച്ച ഓറക്സ് ഗ്രൂപ്പിന്റെ സവിശേഷത പ്രോജക്ടുകളിൽ മികവ് പുലർത്തുക എന്നതിനൊപ്പം സാധാരണക്കാരുടെ ബജറ്റിന് അനുയോജ്യമായ പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കുക എന്നതുകൂടിയാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും റെന്റൽ റീസെയിൽ സർവീസും ഓറക്സ് ഉപഭോക്താക്കൾക്കായി ഉറപ്പു നൽകുന്നു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ നിന്നും 500 മീറ്റർ മാത്രം അകലത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന പ്രീമിയം പ്രോജക്റ്റായ ഓറക്സ് കാസ്കേഡ് സിറ്റിയിൽ സ്വിമ്മിംഗ് പൂൾ, ശീതീകരിച്ച മൾട്ടിപ്ലക്സ് ഹാൾ ആൻഡ് ജിം, പ്ലേ ഏരിയ തുടങ്ങി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓറക്സ് ബിൽഡേഴ്സ് MD CM ബാലചന്ദ്രൻ, ഡയറക്ടർമാരായ അജിത് കുമാർ പണിക്കത്ത്, സുരേഷ് കുമാർ പണിക്കത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായി. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. ഹെഡ്മിസ്ട്രസ് MV ഉഷ, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, പബ്ലിസിറ്റി കൺവീനർ PV ശ്രീജിത്ത്, OSA ചെയർമാൻ KN ജയപ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി, റഹീം പള്ളത്ത്, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, ജോസ് താണിക്കൽ, മോഹൻദാസ് ഗുരുവായൂർ തുടങ്ങിയവർ പങ്കെടുത്തു. CPM അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പതാകാ ദിനം ആചരിച്ചു. അന്തിക്കാട് പുത്തൻ കോവിലകം കടവാരത്ത് സുബ്രഹ്മണ്യൻ സ്മാരകത്തിൽ നടന്ന പതാകാ ദിനാചരണം CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPM അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. AK അഭിലാഷ്, KV രാജേഷ്, KR രബീഷ്, VK പ്രദീപ്, KG ഭുവനൻ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KK ബാബു, DCC ജനറൽ സെക്രട്ടറി KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ റോബിൻ വടക്കേത്തല, KK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശുചിത്വ ദിനം ആചരിച്ചു. തൃശൂർ NDRFന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി ഡിവിഷൻ കൌൺസിലർ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ മിനി P. മണി അധ്യക്ഷത വഹിച്ചു. NDRF യൂണിറ്റ് ഇൻസ്പെക്ടർ പ്രശാന്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ YA ഹഫീസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ്, ജയൻ, CK സജിനി എന്നിവർ നേതൃത്വം നൽകി. ചെവൂർ YMCA യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് സർക്കാർ ആയുർവേദ ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി. YMCA വുമൺസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങളെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആദരിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ AJ ആൻഡോ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഗംഗാദേവി, ഹരിതകർമ്മസേന അംഗം ബീന ആന്റണി, വുമൺസ് ഫോറം ചെയർപേഴ്സൺ ലീന ജോസ്, ചെവൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോബി ജോർജ് എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിൽ ഭാഗികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന MCFന്റെ വിപുലീകരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സദാനന്ദൻ, സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. മഹാത്മാഗാന്ധി വൃത്തിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം, പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും നന്നായി പാലിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലൂടെ പഴഞ്ഞി യങ്സ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റി പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാളിനോടനുബന്ധിച്ച് കാരുണ്യ സദസ്സ് സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. യങ്സ് പ്രസിഡന്റ് VK ഡെന്നി അധ്യക്ഷത വഹിച്ചു. പെൻഷൻ വിതരണം കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സന്തോഷ് നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് നോബി മാർക്കോസ് ലാപ്ടോപ്പ് വിതരണവും ചികിത്സാ സഹായ വിതരണം ഗാനരചയിതാവ് BK ഹരിനാരായണനും അരി വിതരണം ഫുട്ബോൾ താരം IM വിജയനും നിർവഹിച്ചു. ആട്ടൂർ കൊട്ടേക്കാട് റോഡ് ആം ആദ്മി പ്രവർത്തകർ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആം ആദ്മി വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ, ആം ആദ്മി പ്രവർത്തകരായ ബിബിൻ മൈക്കിൾ, റാഫേൽ തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂർവ സൈനിക് സംഘർഷ സമിതി കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വാർഷിക പൊതുയോഗവും ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ ഹാളിൽ നടന്ന യോഗം സമിതി പ്രസിഡന്റ് NT ജോർജ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാലചന്ദ്രൻ കീർത്തിയിൽ, പ്രൊഫസർ പ്രഭാകരൻ, അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ സൈനികനെ ചടങ്ങിൽ ആദരിച്ചു. ഇനി വാണിജ്യം. വെബ്മെപ്പിന്റെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ അംഗീകൃത ഫാക്ടറി ഔട്ട്ലെറ്റായ GPJ സ്റ്റോർ അരിമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റോറിന്റെ ഉദ്ഘാടനം അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നിർവഹിച്ചു. ഗ്രൂപ്പ് MD P പ്രശാന്ത്, ഡയറക്ടർമാരായ PJ പിയൂസ്, സമീർ ആൽത്തറയിൽ, K ശ്രീജിത്ത്, മാർക്കറ്റിംഗ് ഹെഡ് A ഷമീർ, ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. കളിപ്പാട്ടം മുതൽ ആൻഡ്രോയിഡ് TV വരെയുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് വെബ്മെപ്പ് ഫാക്ടറി ഔട്ട്ലെറ്റിലൂടെ. വെബ്മെപ്പ് ആൻഡ്രോയിഡ് TV, LED പ്രോഡക്ട്സ്, പെർഫ്യൂംസ്, ബ്ലൂടൂത്ത് സ്പീക്കർ, വാട്ടർ പ്യൂരിഫയർ, ഫാക്ടറിയുടെ മേൽനോട്ടത്തിൽ കുടുംബ യൂണിറ്റുകൾ വഴി നിർമ്മിക്കുന്ന LED ബൾബുകൾ, ഇവയുടെ പാനലുകൾ, ഇതിനു പുറമെ ക്ലാമി കോസ്മെറ്റിക്സ് ആൻഡ് ഫേസ് ക്രീം പ്രോഡക്ട്സ്, പെരുമ ഹെർബൽസ്, മാ ഹെർബൽസ് ആൻഡ് കോസ്മെറ്റിക്സ് എന്നിവയുടെ പ്രത്യേക വിഭാഗവും കിഡ്സ് ടോയ്സുകളുടെ വിപുലമായ ശേഖരവും സ്റ്റോറിൽ സജ്ജമാണ്. കൂടാതെ എല്ലാത്തരം ഉപഭോക്താക്കൾക്കും ആവശ്യമായ ടെക്സ്റ്റൈൽസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സെക്ഷനും സ്റ്റോറിന്റെ സവിശേഷതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.gowebshop.co എന്ന വെബ്സൈറ്റിലോ 9747728721 7907746192 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നാവിൽ വെള്ളമൂറുന്ന തനത് ഓവൻ ഫ്രഷ് വിഭവങ്ങളുമായി PVS മാംഗോ ബേക്കേഴ്സ് അരിമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
ഫാദർ ജിയോ വേലുക്കാരൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ആദ്യ വിൽപ്പന നടത്തി. ഫുട്ബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ IM വിജയൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ C വൃന്ദ, ഷിമി ഗോപി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മികച്ച ഗുണമേന്മയും രുചികരവുമായ കേക്കുകൾ, പേസ്ട്രികൾ, കുക്കീസ്, സ്നാക്സ്, സ്വീറ്റ്സ്, ഡിസൈൻ കേക്കുകൾ, ബർത്ത്ഡേ കേക്കുകൾ എന്നിവ അരിമ്പൂർ മാംഗോ ബേക്കേഴ്സിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7012619189. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3328 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ട സുന്ദരിക്കവല സർവീസ് റോഡ് നവീകരണം ആരംഭിക്കാതെ ദേശീയപാത അതോറിറ്റി. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കരയിൽ നടന്നു. 110 മാതൃകാ പദ്ധതികൾക്കാണ് ജില്ലയിൽ തുടക്കമിടുന്നത്. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റിനെ പ്രദർശനത്തിനായി കൊണ്ടുവന്ന വാഹനമോടിച്ച് സാഹസിക പ്രകടനം. സംഭവത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് നഗറിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ക്രൈസ്റ്റ് നഗർ റെസിഡൻസ് അസോസിയേഷൻ നിരാഹാര സമരം നടത്തി. പെരുന്തോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.